നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോർഡ് എക്സാം പോയി പോകുമോ എന്നുള്ളത്. നീറ്റ് ഇവിടെ ഉറപ്പാ. ബോർഡ് എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ബോർഡ് എക്സാം ടഫ് ആവില്ല. നീറ്റിന്റെ കൂടെ ബോർഡ് എക്സാം ആണ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇവിടെ തിരിച്ചാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു കൗതുകമുള്ള സാധനമായിരിക്കും. എന്തൊക്കെ അതിനെ കുറിച്ച് പറയാനുള്ളത്? ടോപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം. ഫുൾ നല്ല ഡെപ്തിൽ ഫുൾ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. പറഞ്ഞ ടൈമില് നല്ല കഷ്ടപ്പാടായിരുന്നു. ഇപ്പൊ നീറ്റ് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ധരിക്കാനുള്ള പേരാണ് അല്ലെ അംന കെ. ഉണ്ടാവില്ലല്ലേ? കിട്ടും ഇൻഷാല്ലാ. ഹലോ, ഇന്ന് എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള E4 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടാവില്ല. നമ്മുടെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ CBSE ബാച്ചിലെ മിടുക്കിയായിട്ടുള്ള ഒരു കൂട്ടുകാരിയാണ് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടുള്ളത്, അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡോപ്പയിലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളതാണ് ഞാനും അമ്നയും കൂടി ഇങ്ങനെ അല്ലേ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അംന കെ അല്ലേ, അംന കെ എങ്ങനെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിലെ മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ്സിലെ മാർക്ക് നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു? നല്ല പഠിക്കുന്ന കുട്ടിയാ? നല്ല പഠിക്കും. പഠിപ്പിയാണ്. എത്ര? 94% ഉണ്ടായിരുന്നു. ആ 94% ഉണ്ടാകുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സർക്കാർ സ്കൂളിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് സ്കൂളിൽ പോവുക, CBSE പോവുക, കുറേ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്റ്റ് ചെയ്യാൻ കാരണം? എനിക്കിപ്പോ നീറ്റ് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കിട്ടും ഇൻഷാല്ലാ. അതിന് വേറെ സ്കൂളിൽ പോയാല് നടക്കൂല. ഫോക്കസ് ഒന്നും റെഡി ആവില്ല ശരിക്ക്. പിന്നെ ബാക്കി ആർട്സ്, സ്പോർട്സ് അങ്ങനത്തെ പരിപാടികൾ, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ? ആക്ടിവിറ്റീസ്, അക്കാഡമിക് അല്ലാത്ത കുറേ ആക്ടിവിറ്റീസിൽ കുറേ അധികം നമ്മൾ ടൈം ഇൻവോൾവ് ആവും, അങ്ങനെ കുറേ അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ചേർന്ന് പഠിക്കുന്ന സമയത്ത് നീറ്റിനും പ്രിപ്പയർ ചെയ്യുക, ബോർഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുക, നീറ്റിനും പ്രിപ്പയർ ചെയ്യുക എന്ന് വരുന്ന സമയത്ത് ഭയങ്കര ദുഷ്കരമാവാറുണ്ടോ ഈ രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത്? അല്ല, ഇവിടെ തിരിച്ചാണ്. നീറ്റിന്റെ കൂടെ ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യണേ. നീറ്റ് അല്ല, ബോർഡ് എക്സാമിന് വേറെ ടെൻഷൻ, അങ്ങനെ നീറ്റിന് വേറെ ടെൻഷൻ അല്ല. ബോർഡ് എക്സാമിന് നമ്മൾ ആലോചിക്കേണ്ടി വരുള്ളൂ. നീറ്റ് ഇവിടെ ഉറപ്പാ. ബോർഡ് എക്സാമിന്റെ കൂടെ നീറ്റ് എടുക്കുമ്പോഴുള്ള പ്രയാസമല്ല, നമ്മളിവിടെ ചെയ്യുന്നത് നീറ്റിന്റെ കൂടെ ബോർഡ് എക്സാം ആണ് കൊണ്ടുപോകണം എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ള സംവിധാനങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോർഡ് എക്സാം പോയി പോകുമോ എന്നുള്ളത്. എക്സാക്ട്ലി ശരിക്കും ബോർഡ് എക്സാമിനേക്കാളും ഒരുപാട് ലെവലുള്ള സാധനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഈസി ആവല്ലേ ചെയ്യുക ബോർഡ് എക്സാം എന്നുള്ളത് അല്ലേ? കണ്ടന്റും കോൺസെപ്റ്റും ഒക്കെ കുറച്ചുകൂടി ബോർഡ് എക്സാമിന് നമ്മൾ പഠിക്കണ പോലെ ഇവിടെ പറയുമ്പോൾ എല്ലാതും ഫുൾ നല്ല ഡെപ്തിൽ ഫുൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. പെർ ഡേ തന്നെ 175 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ടാർഗറ്റ്, അത് നമ്മൾ എത്തിക്കും. പെർ ഡേ അത് മോണിറ്റർ ചെയ്യും, കോർഡിനേറ്റേഴ്സ് ചെക്ക് ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി ഫുൾ പ്രോബ്ലംസ്. സാധാ സ്കൂളിൽ അങ്ങനെ ചെയ്യൂല. ബോർഡ് എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ബോർഡ് എക്സാം ടഫ് ആവില്ല, ബാധിക്കില്ല. പിന്നെ ഡെറിവേഷനിലുള്ള റിപ്പീറ്റും സാധനമൊക്കെ നമ്മൾ കൊടുക്കും ചെയ്യുമല്ലോ അല്ലേ? അവസാനത്തിൽ നമുക്ക് അതിനുള്ള സാധനം കൂടി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് നമ്മുടെ ഒരു സംവിധാനത്തിൽ പഠിച്ചപ്പം നേരത്തെ ഈ പ്രോബ്ലത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് 10ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ആ ഒരു പഠനശൈലി മാറ്റി പുതിയൊരു പഠനശൈലിയിലേക്ക് വന്ന സമയത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് മാറി. 10ാം ക്ലാസ് പറയുമ്പോൾ എക്സാം കേൾക്കുമ്പോൾ അതിന്റെ തലേദിവസം ഇരുന്നിട്ട് പഠിക്കും, മാർക്ക് സുഖം അടിച്ചു കയറാം. ഇവിടെ അങ്ങനെ പറ്റൂല. എക്സാം ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാം നടത്തും. ഡെയിലി എല്ലാ മൺഡേസ് എക്സാം ആണ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കണത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്താൻ അങ്ങനെ എക്സാം. പിന്നെ പേർഡ് എത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടോന്ന് അതും മോണിറ്റർ ചെയ്യും. ഫുൾ പഠിക്കും. അതേപോലെ അല്ല, പഠിക്കണം എന്നതിന്റെ കാര്യമുള്ളൂ. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്യും. 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അതുപോലെ അതെ എക്സാമിന് വേണ്ടി പോയി പഠിക്കുന്നു, അത് ഛർദ്ദിക്കുന്നു, അങ്ങനെ അല്ലേ? എന്തൊക്കെയാ ആക്ടിവിറ്റീസ്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധനം ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് ആണെന്നുള്ളത്. മിഷൻ NCERT അല്ലെങ്കിൽ മിഷൻ 300 അല്ലെങ്കിൽ ചാപ്റ്റർ ഷൂട്ട്, ഇതൊക്കെ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു കൗതുകമുള്ള സാധനമായിരിക്കും. എന്തൊക്കെ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ബാക്കിയുള്ളടത്ത് പോലെ നല്ല ഫുൾ ഡിഫറെന്റ് ആണ്. ഇവിടെ കുറെ പരിപാടികളുണ്ട്. മിഷൻ NCERT പറയുമ്പോൾ ബയോളജി ഓരോ ചാപ്റ്റർ നമ്മൾ ഫുൾ ലൈൻ ബൈ ലൈന് വായിച്ച് പഠിച്ച് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക നമ്മൾ തന്നെയാണ്. ഫുൾ ഒരു കോട്ട് പോലെ. വക്കീലായിട്ട് അഫ്സൽ സാർ ഉണ്ടാവും, ജഡ്ജായിട്ട്. അടിപൊളിയാണ് സംഭവം. ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മളെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം അടിപൊളി ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഉള്ളിന്ന് വായിച്ച് കിട്ടാത്ത നേരത്തെ പറഞ്ഞൊരു മിഷൻ 300. എന്താ മിഷൻ 300? മിഷൻ 300 പെർ ചാപ്റ്ററിന് 300 ക്വസ്റ്റ്യൻസ്. അത് അടിപൊളിയാണ്. ഓരോ ചാപ്റ്ററിനും എവിടുന്നൊക്കെ പ്രോബ്ലംസ് കിട്ടും. പ്രീവിയസ് ഇയേഴ്സ് നീറ്റ് നമ്മൾ ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിനായിട്ട് വേറൊരു പരിപാടി ഉണ്ട്, ചാപ്റ്റർ ഷൂട്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള കംപ്ലീറ്റ് ഓരോ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് എക്സസൈസ് പ്ലസ് എക്സാമ്പിൾ എല്ലാം നമ്മൾ സോൾവ് ചെയ്യും. അടിപൊളി. അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എത്രത്തോളാണ് ഈ ഡോപ്പ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡോപ്പനെ ട്രസ്റ്റ് ചെയ്യുന്നത്? ഡോപ്പനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം ഡോക്ടേഴ്സ് നടത്തുന്നത് തന്നെ. അപ്പോൾ എന്തായാലും
അടിപൊളി. ഫുൾ ട്രസ്റ്റ് ആണ്. ഞാനിവിടെ ഉണ്ടാവും പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ, പ്രശ്നമാവല്ലോ. സയൻസ് എടുക്കുക എന്നുള്ളത് തോന്നിയത് എപ്പോഴാണ്? സയൻസിലേക്ക് വരണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം, പ്രൊഫഷനിലേക്ക് എത്തണം, ഡോക്ടറാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ഓപ്ഷൻ എന്നുള്ളത് തിരിച്ചറിയുന്ന ഘട്ടം എപ്പോഴാണ്? സയൻസ് എടുക്കുക പറഞ്ഞാൽ എനിക്ക് ആകെ ഇഷ്ടം സയൻസ് ആണ്. പ്രോബ്ലംസ് ചെയ്യുക, ബയോളജി, നമുക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. എസ് ഒന്നും സത്യം 10th ഞാൻ പാസ്സാവും പാടി എനിക്കറിയാം, എനിക്ക് ഇഷ്ടമല്ല എസ്. അപ്പൊ നേരത്തെ തുടങ്ങുമ്പോൾ എങ്ങനെയല്ല പറഞ്ഞു ഞാൻ പ്രോ ആണെന്നൊക്കെ പറഞ്ഞേ? ആ മാർക്കുണ്ട്, SS എവണുണ്ട്, അടിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല എസ്, പഠിക്കാൻ ഇഷ്ടമല്ല. സയൻസ് പറയുമ്പോ ഫുള്ള് നമ്മള് ഉള്ളത് പഠിക്കല്ലേ, പ്രോബ്ലംസ് ആയാലും എന്തായാലും ബയോളജി ആയാലും നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുക, ബോഡി അങ്ങനെയൊക്കെ ആകുമ്പോ രസമുണ്ട്, ഒരു enthusiasm ഉണ്ട്, ഒരു രസമുണ്ടല്ലേ. ഡോപ്പയിലെ ലൈഫ് എങ്ങനെ പോണു, എങ്ങനെ ആസ്വദിക്കുന്നു, എങ്ങനെയുണ്ട് ഡോപ്പയിലെ ലൈഫ്? വന്ന ടൈമില് നല്ല കഷ്ടപ്പാടായിരുന്നു. ഒരു ദിവസം തന്നെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അത് ഒന്നും ചെയ്യാതെ വരുന്ന നമ്മളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പോ അത്യാവശ്യം പണി വെട്ടിക്കണേ, നല്ല കഷ്ടപ്പാടായിരുന്നു. ഇപ്പൊ അടിപൊളിയാ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ഒന്നും അങ്ങോട്ടൊന്നും പറയില്ല, ചെയ്യും, ചെയ്യില്ല കൊണ്ട് കാര്യമില്ല, ചെയ്യണം, ചെയ്യും. അതുപോലെ ഇവിടെ വരിക എന്നുള്ളത്, ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഭാഗമായി പഠിക്കുക എന്നുള്ളത്, ശരിക്കും ഞാനിത് ചോദിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പറയും അച്ഛൻ ഉപ്പ കൊണ്ടുവന്നിട്ടാണ്, ഉമ്മാന്റെ നിർബന്ധമാണ്. ആരുടെ നിർബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ? അമ്മനെ നിർബന്ധമാണ്. അത് ഞാൻ തന്നെ പറഞ്ഞു, ഓര് അങ്ങനെ നിർബന്ധിക്കൂല. അത് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ ഇന്റഗ്രേറ്റ് എടുക്കുമ്പോ അടുത്തു, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ, എന്റെ ഇഷ്ടത്തിനാണ്. എത്ര മക്കളുണ്ട് വീട്ടില്? 3 മക്കളാണ് ഉമ്മാക്കും ഉപ്പാക്കും? 2 അനിയന്മാര്. അവിടെ ഒരു കുഞ്ഞു പെങ്ങൾ, അല്ല വലിയ പെങ്ങൾ അല്ലേ? വലിയ പെങ്ങൾ. കട്ടക്ക് അമ്ന അടിച്ചു കയറിയാലാണ് ബാക്കിൽ അവര് തൊലിഞ്ഞു വരുള്ളൂ അല്ലേ, ബാക്കിൽ ഇങ്ങനെ കയറി വരുള്ളൂ. ഓക്കെ അല്ലേ അമ്ന? ഇപ്പോൾ തന്നെ +1 +2 സാധാരണ ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 +2 ഏതെങ്കിലും സ്കൂളിൽ പോവുക, പിന്നെ റിപ്പീറ്റിന് പോവുക, അങ്ങനെയൊക്കെയാണ് അല്ലേ. പക്ഷെ മോൾ എടുത്തത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, സമൂഹത്തിൽ അത്ര അധികം ആളുകളൊന്നും പോവാത്ത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ കുറേ ആളുകളൊന്നും പോവാത്തൊരു രീതിയിലേക്കാണ് മോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ തീരുമാനത്തിൽ എത്ര കണ്ട് ഹാപ്പിയാണ്? നല്ല ഹാപ്പിയാണ്. ഇപ്പം ബാക്കി വേറെ റിപ്പീറ്റിംഗ് പ്രോഗ്രാം നോക്കുമ്പോൾ +1 +2 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു വർഷം കളഞ്ഞിട്ടാണ് റിപ്പീറ്റിങ്ങിന്. ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ കിട്ടുന്നുണ്ടോ പുതിയ ചിത്രത്തില് സെയിം സാധനം പഠിക്കാൻ? അതില്ല. ഇവിടെ എന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ +1 ആ ടൈമിൽ തന്നെ +2 പകുതിയായി. അങ്ങനെ പോർഷൻസ് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ടൈം കളയാതെ എടുത്തു പോകും. പിന്നെ നമുക്ക് പോർഷൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തോ, എങ്ങനെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളിപ്പം ഏത് മാസം സ്റ്റാർട്ട് ചെയ്തു? ഇപ്പം അമ്ന ഇപ്പൊ ശരിക്കും +1 അല്ലേ, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 ആണ്. അപ്പൊ അതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത്? നമ്മള് ജൂണില് സാധാ എല്ലാവർക്കും തുടങ്ങുന്ന ടൈമിൽ തന്നെ തുടങ്ങിയത്. പിന്നെ നമുക്ക് ലീവ് കുറച്ച് കുറവാ ബാക്കി. പക്ഷെ ക്ലാസ് ഒരു ദിവസം ഒരു ക്ലാസ് ആണെങ്കിൽ തന്നെ എടുത്തിട്ട് അടിപൊളിയായി എടുക്കും. ഓക്കെ, ഓരോ പീരീഡ് ആ ടൈമൊന്നും പോണില്ല, നമുക്ക് ഒരു ദിവസം ഒരൊറ്റ ക്ലാസ് അങ്ങനെ എടുത്തിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ തീർക്കും. പിന്നെ നമുക്ക് സമ്മർ വെക്കേഷൻ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരു 15 സമ്മർ വെക്കേഷനിലെ പ്രതിഷേധമാണോ അതല്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുക്കണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എയിംസിലൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് എടുക്കല്ലേ വെക്കേഷൻ ഒക്കെ അല്ലേ? ഓക്കെ, അവിടുത്തെ സമ്മർ വെക്കേഷൻ നമ്മളെ അടിച്ചു പൊളിക്കുന്നുള്ള. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നേരെ +2ലേക്ക് പോകും. ഒരു നവംബർ ആകുമ്പോഴേക്കും അല്ലേ +2 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സ്റ്റിൽ അവള് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 ആണ്. +2 ഒരു 50% വരെ, +2 ആയി ഏകദേശം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാല് ഇതിന്റെ കൂടെ തന്നെ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലേ, +1 റിവിഷൻ നടക്കുന്നില്ലേ? അതെന്താ പറയാത്തത്? +2 ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇപ്പൊ നടക്കുന്ന എക്സാം +1 ആണ്. അപ്പൊ +2 ക്ലാസ് എടുക്കുന്നതിന്റെ അന്നാണ് നമ്മൾ ഡെയിലി പഠിക്കുന്നതിന്റെ കൂടെ എക്സാമിന് വേണ്ടിട്ട് നമ്മൾ +1 പഠിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആർക്കും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. എന്താ ഡ്രീം കോളേജ്? അവസാനത്തെ ചോദ്യമാണ് എൻ്റെ. ഡ്രീം കോളേജ്, സ്വപ്ന കോളേജ് എന്നൊക്കെ പറഞ്ഞത് ഏതാ? എയിംസ്, ഡൽഹി എയിംസ്. അപ്പം അടുത്ത വർഷം, അടുത്ത 2026 നീറ്റ് എഴുതുമ്പം അമ്ന കെ എന്ന് പറയുന്ന പേര് ഡൽഹി എയിംസിൻ്റെ വരാന്തകളും ക്ലാസ് മുറികളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ തരിക്കാനുള്ള പേരാണ് അല്ലേ, അമ്ന കെ. ഉണ്ടാവില്ലല്ലേ? അപ്പോൾ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.